നിങ്ങൾ ഗുണ്ടായിസല്ലേ ഇപ്പോൾ കാണിക്കുന്നത്? അപ്പോൾ വെള്ളനാട് പഞ്ചായത്തിലെ ഒരു ഭാഗത്ത് രണ്ട് കാട്ടുപോത്തിറങ്ങി ജനത്തിന്റെ സ്വൈരജീവിതത്തിന് തടസ്സമായി മാറുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ആ വസ്തുവിന്റെ മതിലിടിക്കുക, വസ്തു ഉടമയെ അടിക്കുക, തൊഴിലാളിയെ കൈകാര്യം ചെയ്യുക. മതിലിടിക്കല് നിങ്ങൾ ഇപ്പൊ കെട്ടിയതേ ഉള്ളൂ, ഇടിക്കല് എന്ന് പറയുന്നിടയ്ക്ക് കൈയെ ഒറ്റ അടിയടിച്ചു. വെള്ളനാട് ജനതയ്ക്ക് നിലക്കാത്ത പ്രവൃത്തി ചെയ്യുന്ന ഇയാളെ നിലയ്ക്ക് നിർത്താൻ ഒരുപക്ഷെ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയുന്നില്ല. വെള്ളനാട്ടുകാർക്ക് ഇന്ന് തിരക്കേറിയ ദിവസമായിരുന്നു. ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തിക്കൊണ്ട് വെള്ളനാട് പഞ്ചായത്തിൽ കാട്ടുപോത്തിറങ്ങിയ വാർത്തയ്ക്ക് തൊട്ടുപിന്നാലെ പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി ആക്രമിച്ചു എന്ന വാർത്ത. ആളുകളാകെ ആശയക്കുഴപ്പത്തിലായി. പിന്നീടാണ് ബോധ്യമായത് പഞ്ചായത്ത് വക പതിവുള്ളതാണ് രണ്ടാമത്തെ വാർത്തയെന്ന്. വെള്ളനാട് ആര്യനാട് റോഡിൽ കൂട്ടായിണിമൂട്ടിൽ വീട് നിർമ്മാണത്തെയും മതിൽ നിർമ്മാണത്തെയും ചൊല്ലിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിയും കെട്ടിടത്തിന്റെ ഉടമ അഭിലാഷിന്റെ സഹോദരൻ പ്രശാന്തും തമ്മിൽ വാക്കുതർക്കം നടന്നത്. ഫോട്ടോ എടുക്കണല്ല, നിങ്ങൾ ഈ ആവശ്യമില്ല പൊളിക്കുമെന്ന് പിന്നെ ഫോട്ടോ എടുക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഗുണ്ടായിസല്ലേ ഇപ്പോൾ കാണിക്കുന്നത്? അപ്പോൾ എന്തിനാ ഗുണ്ടായിസമാണ് കാണിക്കുന്നത്? എന്നാ നിങ്ങൾ അതും പൊളിക്ക്, അത് പൊളിക്കും. നിങ്ങൾ പൊളിക്കാണ് അത് പൊളിച്ചിട്ട് പൊളിക്കണം. വിളിക്കാൻ ഇത്രയും നേരം ഞാൻ മാന്യമായി സംസാരിച്ചു, നിങ്ങൾ ചുമ്മാ ഇരിക്കുമോ? പിന്നെ എന്നാ നിങ്ങൾ അത് പൊളിച്ചിട്ട് പൊളിക്കോളൂ. ശശിയാണ് നിങ്ങൾ ചുമ്മാ പിന്നെന്തിന് നിങ്ങൾ വന്നിട്ട് മറ്റേ ഓർത്തണ്ട് ഇവിടെ എന്തിനാ അവൻ എവിടെ വസ്തു കിടക്കുന്നത്? അവൻ ഈ പരാജയത്തിനോട് വസ്തു കിടക്കുന്നത്. ഇത്രയും നിങ്ങളെ കണ്ണു മുമ്പ് അത്രയും അനധികൃതമായി ചെയ്തപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പാലോട്ട് കയറിക്കോട്ടെ. അതെന്തൊരു ഏർപ്പാട്? ചീത്ത വിളിക്കണം, സൂക്ഷിച്ച് വിളിക്കണം. ചീത്ത വിളിക്കണം, സൂക്ഷിച്ച് വിളിക്കണം. ചീത്ത വിളിക്കണം എന്താ നിങ്ങൾ? എന്താ ചീത്ത വിളിക്കാൻ? എന്താ ചീത്ത വിളിക്കാൻ? പണിക്കാരെ നീ ആര് ചീത്ത വിളിക്കാൻ? ശശിയാണ് ഞാൻ മാന്യമായി നിങ്ങളോട് സംസാരിച്ചു പറയാനല്ല. എന്തൊരു നിങ്ങൾ കൈകാര്യം പിടിച്ചെന്തായാലും ഒരു അപകടത്തെ തുടർന്ന് വാരിയെല്ലുകൾക്കും കയ്യിനും പരിക്കുപറ്റി ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്ന പ്രശാന്തിനെ വാക്കുതർക്കത്തിനിടയിൽ പ്രസിഡന്റ് പിടിച്ചു തള്ളിയപ്പോൾ ഭേദപ്പെട്ടു വന്ന പൊട്ടലുകൾ വലിഞ്ഞ് വെള്ളനാട് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന് പ്രശാന്തും സുഹൃത്തുക്കളും പറഞ്ഞു. എന്റെ ചേട്ടൻ കൂട്ടാനുകുളങ്ങാണ്, കമ്പൽമുക്ക്, അതിന്റെ താഴെ കൂട്ടാനുകുളങ്ങുന്ന സ്ഥലത്ത് എന്റെ ചേട്ടൻ വീട് വെക്കുന്നുണ്ട്. അത് ബന്ധപ്പെട്ട് മതിൽ കെട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ശശിയണ്ണൻ കപ്പന ഒരു കാറിൽ വന്നിട്ട് കെട്ടാൻ പറ്റൂല, എന്തെന്ന് ദുരിതാശ്വാസം കൊടുത്തിട്ടില്ല, ദുരിതാശ്വാസം കൊണ്ട് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞുള്ള സംസാരത്തിൽ ഞാൻ പറഞ്ഞ അവിടെ ഈ മതിലാണ് കെട്ടുന്നത്. അപ്പോൾ പറഞ്ഞാൽ അത് പിറമ്പോക്കാണ്. ഞാൻ പറയും പിറമ്പോക്കൊന്നും ഇല്ലണം, താഴേക്ക് നാളെ വന്ന് അളന്നിട്ട് പോയ സ്ഥലമാണ്. ഇനി എന്തിനാണ് അതിപ്പം നീ കെട്ടില്ല, നമ്മൾ ഓടിക്കോണമെന്ന് ചവിട്ടി മതിലടിക്കാൻ പോയി. ഞാൻ ടപ്പനെ മതിലടിക്കല് നിങ്ങൾ ഇപ്പൊ കെട്ടിയതേ ഉള്ളൂ, ഇടിക്കല് എന്ന് പറയുന്ന ഇടയ്ക്ക് കയ്യെ ഒറ്റ അടിയടിച്ചു. എനിക്ക് ഒരു ആക്സിഡന്റ് വേണ്ടി കിടക്കുകയായിരുന്നു. 3 മാസം കൊണ്ട് ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. വാരിയിൽ എണ്ണം പൊട്ടി, ഈ ഷോൾഡർ എല്ല് പൊട്ടലാണ്, കൈയെല്ല് പൊട്ടൽ, എല്ലാം പൊട്ടലായിരുന്നു. അത് ശശിയന്മാർ വലിച്ചടിക്കുമ്പോൾ ഈ ഷോക്ക് കൊണ്ട് ഇപ്പൊ ഈ പൊട്ടലുകളെല്ലാം വീണ്ടും വലിഞ്ഞു. എന്നിട്ട് കുറെ അസഭ്യവാക്കെന്ന് പറയാൻ അവിടെ നിന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇഷ്ടംമാതിരി തള്ളയ്ക്കാ വിളിച്ചത്. പ്രശാന്തിന്റെയും സുഹൃത്തിന്റെയും ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവും സർവോപരി വെള്ളനാട് ശശിയുടെ സഹോദരനുമായ വെള്ളനാട് ശ്രീകണ്ഠന്റെ പ്രതികരണം. കാട്ടുപോത്തും വെള്ളനാട് ശശിയും ഏതാണ്ടൊരുപോലെ നാട്ടുകാരിൽ ഭീതി പടർത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. വെള്ളനാട് പഞ്ചായത്തിലെ ഒരു ഭാഗത്ത് മാധ്യമങ്ങൾ കണ്ടതാണ് രണ്ട് കാട്ടുപോത്തിറങ്ങി ജനത്തിന്റെ സ്വൈരജീവിതത്തിന് തടസ്സമായി മാറുന്നു. അത് നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് ഫോറസ്റ്റും ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഞങ്ങളെല്ലാം. ഇപ്പോ അറിയുന്ന വാർത്ത, വെള്ളനാട് പഞ്ചായത്തിൽ വെള്ളനാട് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള അഭിലാഷ് എന്ന് പറയുന്ന ആളിന്റെ വീടിന്റെ മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ പണിയായിട്ട് നിന്ന പ്രശാന്തിന്റെ കയ്യെ അടിച്ചു എന്നാണ് ഇപ്പൊ പറയുന്നത്. ഞാനും പ്രശാന്തിനെ കണ്ടതാണ്. കാരണം തിരക്കി പറയാൻ പ്രശാന്ത് 2-3 പ്രാവശ്യം ചോദിച്ച് ദുരിതാശ്വാസം അടയ്ക്കുന്നില്ല, പിന്നെ അവിടെ പിറമ്പോക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രശാന്തിനെ നിരന്തരമായി ഭീഷണിപ്പെടുത്തി പണം കൊടുക്കാത്തതുകൊണ്ട് ഇന്ന് മതിൽ ചവിട്ടിയിടിക്കാൻ പോയപ്പോഴാണ് പ്രശാന്ത് അയാളെ ചെറുത്ത് വസ്തുവിന്റെ ഉടമൻ അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അയാളെ കയ്യെ പിടിച്ച് തിരിച്ചത്. കൈ വലിയ പ്ലാസ്റ്ററാണ്, ഞങ്ങൾ കണ്ടതാണ്. ഡോക്ടറെ കണ്ടപ്പോൾ കൈയുടെ തോളല് വിട്ടുപോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചതുപോലെ ഇത് വെള്ളനാടിന്റെ ഒരു ഭാഗത്ത് ഭീഷണിയായി മാറും. ജനപ്രതിനിധികള് ജനത്തിന് സ്വൈര്യതയും സമാധാനവും അവർക്ക് ധൈര്യം കൊടുക്കേണ്ട ജനപ്രതിനിധികൾ കെട്ടിട നിർമ്മാണ ചട്ടം പാലിച്ചില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് നടപടിയെടുക്കണം. അതിന് പകരം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഒരു താൽക്കാലിക ഡ്രൈവറെയും വിളിച്ചു. ഞാൻ അറിഞ്ഞ ഡ്രൈവർ മദ്യപിച്ചിരുന്നതാണ്. ഒരു ഡ്രൈവറെയും കൊണ്ടുപോയി
ആ വസ്തുവിന്റെ മതിലിടിക്കുക, വസ്തു ഉടമയെ അടിക്കുക, തൊഴിലാളിയെ കൈകാര്യം ചെയ്യുക, ഇതെന്ത് ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തിയാണ്? ഇയാളെ ഈ സ്ഥാനത്ത് കൊണ്ടിരുത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്, CPM. ആ പ്രസ്ഥാനം സത്യത്തെ നിയന്ത്രിക്കാനും നിലയ്ക്ക് നിർത്താനും ഉള്ള ആർജവമില്ലാത്തത് കൊണ്ടാണ് ഇയാൾ ഇത്തരം തെമ്മാടിത്തനമായി ഗുണ്ടായുസവുമായി പോകുന്നത്. നിങ്ങൾക്കറിയാം, പത്രമാധ്യമങ്ങളെ, മാതൃഭൂമിയുടെ ലേഖനെ തന്നെ നമുക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പോട്ട് കൈകാര്യം ചെയ്യുന്നു. അതേസമയം ഈ ആരോപണങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണെന്നും അഭിലാഷിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ തോട് പുറമ്പോക്കിനെ കുറിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി. വെള്ളനാട് പഞ്ചായത്ത് വെള്ളനാട് ആറിനാട് റോഡിൽ കൂട്ടായ്മ കൂടുന്ന സ്ഥലത്ത് പുറമ്പോക്കിൽ നേരത്തെ കരകയറിയെത്തിയിരുന്നു. അത് അന്ന് പോയി നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയും തടസ്സപ്പെടുത്തുകയാണ്. ഞാൻ അന്ന് അത് വഴി സൈഡായിരുന്നു, തോളിന്റെ സൈഡ് സർക്കാർ കെട്ടി വൃത്തിയാക്കുന്നത്. ഇപ്പം മതിൽ കെട്ടാൻ മതിൽ കെട്ടുകയാണ്. പഞ്ചായത്തിന്റെ പെർമിറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് ഈ ഘട്ടത്തിന് പെർമിറ്റ് കൊടുക്കാൻ പോയപ്പോഴും പറഞ്ഞു. ഈ 25 ആളുകൾ കൂട്ടം കൂടി വന്ന് ഉദ്ഘാടിപ്പിച്ച് മതിലിടുന്നു. ഞാൻ നിർത്തിയൊക്കെ വന്ന് കാട്ടില്ല, എന്നെ തള്ളുകയും ചീത്ത വിളിക്കുകയും എന്നെ ഉപയോഗിക്കാനും 25 ആളുകൾ ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത്. ഡ്രൈവർ വണ്ടി കാണിക്കുന്നു. ഇത് അസംബന്ധമാണ്. ഇപ്പൊ തന്നെ അത് നോട്ടീസ് പോവുകയും നിർത്തിവെക്കുകയും പൊളിക്കുകയും ചെയ്യുന്നു. പ്രശ്നങ്ങൾ സങ്കീർണമായതോടെ പഞ്ചായത്ത് AE സ്ഥലം സന്ദർശിച്ച് മതിൽ പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകി. ഏതായാലും വെള്ളനാട് പഞ്ചായത്ത് നിവാസികൾ ജാഗ്രതയിലാണ് അപ്രതീക്ഷിത വാർത്തകളെ നേരിടാൻ. കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.